ചിക്കൻ കയ്യിൽ കിട്ടിയ പല ടൈപ്പ് നമ്മൾ പരീക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിക്കൻ പൊരിക്കുമ്പോൾ ഈ രീതിയിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം. തൊലി കളയാതെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ വലിയതായതുകൊണ്ട് 10 എണ്ണമാണ് എടുത്തത്. ചെറിയ വെളുത്തുള്ളിക്കാണെന്നുണ്ടെങ്കിൽ 20 അല്ലിയൊക്കെ എടുക്കാം കേട്ടോ. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 ചെറിയുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിന് വേണ്ടി നമ്മൾ വറ്റൽമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 7 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു പിടി നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചെറിയൊരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് വലിയ ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലയ്ക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു നാരങ്ങയുടെ ഫുൾ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ചിക്കൻ ഉണ്ടല്ലോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട ചേർക്കുന്നത് മസാല ഒന്നും എണ്ണയിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ശരിക്കും അത് ചിക്കനിൽ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാത്തിലും നല്ലോണം മസാലയൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കരുത്. ജസ്റ്റ് ഒരു ഭാഗം ഇങ്ങനെ ഒന്നങ്ങനെ ആയി വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ചിക്കൻ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുക എത്ര വേണമെന്നൊക്കെ നമുക്കറിയാമല്ലോ. ആ രീതിയിലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഗസ്റ്റ് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ വെറൈറ്റി ആയിട്ട് ചിക്കൻ പൊരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൊണ്ടു. കിട്ടില്ല ടേസ്റ്റാണ്. 2-3 ബാച്ചായിട്ടാട്ടോ ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് ഇതല്ലോ പുറമേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ക്രിസ്പിനെസ്സും ഉണ്ടാവും, ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്